ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ UDF സർക്കാർ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രിസഭാ ഉപസമിതിക്ക് രൂപം നൽകി. മാനദണ്ഡങ്ങളിൽ ഇളവ് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനാണ് നീക്കം. നിലവിൽ കേരളവും പദ്ധതിയിൽ അംഗമാണ് എന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിക്കെതിരെയുള്ള നിലപാട് മയപ്പെടുത്തുകയാണ് VD സതീശൻ സർക്കാർ. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനാണ് ഒടുവിൽ സർക്കാരിന്റെ തീരുമാനം. പദ്ധതിയിൽ നിന്നും പിൻവാങ്ങാൻ കഴിയില്ലെന്നാണ് സർക്കാരിന്റെ പുതിയ നിലപാട്. എന്നാൽ മാനദണ്ഡങ്ങളിൽ ഇളവ് ആവശ്യപ്പെടാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്കുള്ള ആ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, സർക്കാരിനുള്ള അവകാശങ്ങൾ ബലി കഴിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. അതേസമയം നേരത്തെ ഫണ്ട് ലഭിച്ചത് PM ശ്രീയിൽ നിന്നല്ലെന്നും SSK ഫണ്ടിലാണ് 93 കോടി രൂപ ലഭിച്ചതെന്നും മന്ത്രി N ഷംസുദ്ദീൻ. PM ശ്രീയിൽ ഇടത് സർക്കാർ ഫണ്ട് വാങ്ങിയെന്നാണ് നേരത്തെ മന്ത്രി പറഞ്ഞിരുന്നത്. PM ശ്രീ എന്ന് പറഞ്ഞിട്ടല്ല പണം തരുന്നത്. PM ശ്രീ പദ്ധതി ഒപ്പുവെക്കാത്തത് കൊണ്ട് കേന്ദ്രം SSK ഫണ്ട് തടഞ്ഞു വെച്ചു. ഈ ഒപ്പിട്ടതിന്റെ 4-ാം ദിവസം SSK ഫണ്ടിൽ 93 കോടി രൂപ റിലീസ് ചെയ്തു. പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന്റെ നേതൃത്വത്തിലുള്ള ഉപസമിതി സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് നൽകാനാണ് മന്ത്രിസഭാ തീരുമാനം. കരിക്കുലവും ഏതൊക്കെ സ്കൂളുകളിൽ പദ്ധതി നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും സംസ്ഥാനത്തിന് നൽകണമെന്നാണ് ആവശ്യം. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും പദ്ധതിയിൽ നിന്നും പിന്മാറാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.